യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡിന്. ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തിയാണ് റയൽ മാഡ്രിഡ് സൂപ്പർ കപ്പ് ഉയർത്തിയത്. പോളണ്ടിലെ വാർസോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിന്റെ വിജയം. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിനായി അരങ്ങേറി. 1 ഗോളടിച്ച് അരങ്ങേറ്റം ഗംഭീരമാക്കാനും എംബാപ്പയ്ക്ക് സാധിച്ചു. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ 59-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. വിനീഷ്യസിന്റെ അസിസ്റ്റിൽ ഫെഡെ വൽവർദെയാണ് ലക്ഷ്യം കണ്ടത്. പിന്നാലെ 68-ാം മിനിറ്റിൽ എംബാപ്പെ റയലിന്റെ ലീഡ് 2 കിരീടവും വിജയവും ഉറപ്പിച്ചു. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിലായിരുന്നു എംബാപ്പയുടെ ഗോൾ. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 52% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 13 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. 548 പാസുകൾ. 87% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് അറ്റ്ലാന്റ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 503 പാസുകൾ. 85% കൃത്യതയോടെ അറ്റ്ലാന്റ പൂർത്തിയാക്കി. ഇതോടെ കിരീട വിജയത്തോടെ സീസൺ ആരംഭിക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു. ഓഗസ്റ്റ് 19-ന് മയോർക്കയ്ക്കെതിരായാണ് ലാലിഗയിൽ റയൽ മാഡ്രിഡിൻ്റെ ആദ്യ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.